വളരെ സങ്കടം നിറഞ്ഞ കണ്ണീരിലൂടെ പോകുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്ത് വന്നത്. മത്സരാർത്ഥികളെല്ലാവരും ആ ഒരു പ്രൊമോയിൽ കരയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അൻസബി ആയാലും നോറ ആയാലും സിജു ആയാലും എല്ലാവരും തന്നെ കരയുന്നൊരു കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം, ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മളെ തേടിയെത്തും. സങ്കടങ്ങൾക്ക് മാത്രമല്ല കണ്ണീരുള്ളത്, സന്തോഷത്തിനും കണ്ണീരുണ്ട്. സന്തോഷ കണ്ണീരെന്ന് പറയും. ഒരുപക്ഷെ അത് തന്നെയാണെന്ന് ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടതും ആ പ്രൊമോയിൽ കണ്ടതും രാത്രി എപ്പിസോഡിൽ കാണാൻ പോകുന്നതും ഞായറാഴ്ചത്തെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഒരു മകനെ അംഗീകരിച്ചു അമ്മ എന്ന് പറയുന്നത്, അത് ഈ ബിഗ് ബോസ് ഷോയിലൂടെ ജനങ്ങൾ തിരിച്ചറിയുന്നത് ആ മകനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയായിരിക്കും. അഭിഷേകിനെ തേടിയെത്തി ഈ 50-ാം ദിവസം തേടിയെത്തിയതും അത്തരമൊരു വാർത്ത തന്നെയാണ്. എൻ്റെ അപ്പുവിന് അമ്മ, പ്രിയപ്പെട്ട അമ്മ എഴുതുന്നത്, നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു കത്താണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അമ്മയോട് എന്തെങ്കിലും ഇപ്പോൾ പറയണമെന്ന്. കരഞ്ഞുകൊണ്ട് അഭി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒന്നും പറയാനാവുന്നില്ല ലാലേട്ടൻ. വളരെ സന്തോഷം നിറഞ്ഞ, അവർക്കും കണ്ണിനും മനസ്സിനുമൊക്കെ ആനന്ദം നൽകുന്ന സന്തോഷ കണ്ണീരും സന്തോഷത്തിൻ്റെ ഒരു പ്രതീകവും തന്നെയായിരുന്നു ആ പ്രൊമോയിൽ നമ്മൾ കണ്ടത്. അടിയും വഴക്കും കച്ചറയും എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഇത്തരം നല്ല നിമിഷങ്ങളിലൂടെ ബിഗ് ബോസ് എപ്പോഴും കടന്നു പോകാറുണ്ട്. നമ്മളെല്ലാവരും അതിന് സാക്ഷിയാവാറുമുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രൊമോ തന്നെയായിരുന്നു ഇപ്പോൾ വന്നതും അഭിഷേകിൻ്റെ കാര്യത്തിൽ. ഈ ആഴ്ച പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥിയും അഭിഷേക് തന്നെയാണ്. ആ സമയത്ത് തന്നെ ഈ ഒരു സന്തോഷ വാർത്ത വന്നത് തന്നെ വലിയൊരു കാര്യമായി. അഭിയുടെ ജീവിതത്തിൽ നല്ലത് നടക്കട്ടെ, അല്ലെങ്കിൽ നല്ലത് മാത്രം ഇനി സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എന്തായാലും അഭിഷേകാണ് ഈ ആഴ്ച പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥി. അതിനിടയ്ക്ക് ഈ ഒരു സന്തോഷം വന്നത് വളരെ സന്തോഷമായി എന്ന് തന്നെ പറയാം.